ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഓണസദ്യ റെസിപ്പി പൈനാപ്പിൾ പുളിശ്ശേരിയാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഓണസദ്യ റെസിപ്പീസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്, ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് പൈനാപ്പിൾ പുളിശ്ശേരി തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ പൈനാപ്പിൾ കഷ്ണങ്ങൾ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു ചെറിയ പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. വലുതൊക്കെ ആണെങ്കിൽ പകുതി എടുത്താൽ മതിയാവും. അതുപോലെ പൈനാപ്പിൾ കഷ്ണങ്ങൾ നന്നെ ചെറുതാക്കി എടുക്കേണ്ട, ഇതുപോലെയുള്ള ഈ ഒരു സൈസിലാക്കിയെടുത്താൽ മതിയാവും. അതാണ് കാണാൻ വേണ്ടിയിട്ടും കഴിക്കാൻ വേണ്ടിയിട്ടും നല്ലത്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1-2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടുകൊണ്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ പൈനാപ്പിൾ ഒന്ന് റെഡിയായി കിട്ടാനുണ്ട്, കുറച്ചുകൂടി ഒന്ന് വെന്ത് വരാനുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുത്താലോ. മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി കൂടുതൽ ചേർക്കാൻ പാടില്ല, മാത്രമല്ല ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട, പക്ഷേ ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് വെളുത്തുള്ളി ചേർക്കുമ്പോൾ. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ കൂടുതലാവാൻ പാടില്ല, മാത്രമല്ല തരിതരിപ്പായിട്ടൊന്നുമല്ല, നന്നായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അരച്ചെടുത്തുകൊണ്ട് വരാം. ഈ ഒരു സമയം കൊണ്ട് പൈനാപ്പിൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തൊട്ട് നോക്കുമ്പോൾ, ഒരു കഷ്ണം എടുത്തിട്ട് തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവും വെന്ത് വന്നോ ഇല്ലയോ. ഇവിടെ പൈനാപ്പിൾ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കാതെ നല്ലവണ്ണം തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കണം. തേങ്ങയുടെ ഒരു റോ ടേസ്റ്റ് ഉണ്ടാവില്ലേ, അതൊന്ന് മാറുന്നത് വരെ ഒരു 5 മിനിറ്റൊക്കെ മതിയാവും. നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇതിപ്പോൾ 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിവിടെ ഇപ്പോൾ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തേങ്ങയുടെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഈ ഒരു സമയം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മധുരം ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ, നിങ്ങൾ എടുത്തിട്ടുള്ള പൈനാപ്പിളിന് മധുരം കുറവാണെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. തീർത്തും ഓപ്ഷണലാണ്, ചേർക്കണമെന്ന് നിർബന്ധമേ ഇല്ല. പക്ഷേ മധുരം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുകയാണ്. ഈ ഒരു പുളിശ്ശേരിക്ക് മധുരം ഒന്ന് മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് പഞ്ചസാര ചേർക്കുന്നത്. പഞ്ചസാര ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. 1 കപ്പ് തൈരാണ് ഞാൻ ചേർക്കുന്നത്. മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തതാണ്. ഇല്ലെങ്കിൽ സ്പൂണ് വെച്ചിട്ട് ഒന്ന് വിപ്പ് ചെയ്തെടുത്താലും മതിയാവും. അതായത് കട്ട തൈര് ചേർക്കാൻ പാടില്ല. അപ്പം ഞാനിത് മിക്സിയിലൊന്ന് കറക്കിയെടുത്ത തൈരാണ്. 1 കപ്പ് തൈര് ചേർത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. തൈര് ചേർത്താൽ പിന്നെ തിളപ്പിച്ചെടുക്കാൻ പാടില്ല. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് കടുക് വറുത്തിടണം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. 1-2 വറ്റൽമുളകും പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. വളരെ കുറച്ച് മതി കേട്ടോ, 1/4 ടീസ്പൂൺ പോലും വേണ്ട. മുളക് പൊടി ചേർത്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിശ്ശേരിക്ക് കുറച്ചുകൂടി ഒരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈസി ടേസ്റ്റി പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഓണസദ്യയിൽ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്